ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. രൂത്തിന്റെ പുസ്തകം 3-ാം അധ്യായം 3-ാം വാക്യം വായിക്കാം. ആകയാൽ നീ കുളിച്ച് തൈലം പൂശി വസ്ത്രം ധരിച്ച് കളത്തിൽ ചെല്ലുക. അയാൾ തിന്നുകുടിച്ച് കഴിയും വരെ നിന്നെ കാണരുത്. ഉറങ്ങുവാൻ പോകുമ്പോൾ അവൻ കിടക്കുന്ന സ്ഥലം മനസ്സിലാക്കി ചെന്ന് അവൻ്റെ കാലിന്മേലുള്ള പുതപ്പ് പൊക്കി അവിടെ കിടന്നുകൊള്ളുക. എന്നാൽ നീ എന്ത് ചെയ്യണമെന്ന് അവൻ നിനക്ക് പറഞ്ഞു തരും. ദൈവത്തിന് സ്തോത്രം. നീ കുളിച്ച് തൈലം പൂശി വസ്ത്രം ധരിച്ച് കളത്തിൽ ചെല്ലുക. വിശ്രാമസ്ഥലം തേടുവാൻ രൂത്തിനെ അമ്മായിയമ്മയായ നവോമി അയക്കുകയാണ്. രൂത്ത് കുളിച്ച് തൈലം പൂശി വസ്ത്രം ധരിച്ച് കളത്തിൽ ചെല്ലുക എന്നാണ് അമ്മായിയമ്മയായ നവോമി രൂത്തിനെ കൊടുക്കുന്ന നിർദ്ദേശം. വസ്ത്രം ധരിക്കുക എന്നതിനെക്കുറിച്ച് നാം ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് തിരുവചനത്തിലെ വസ്ത്രങ്ങളെക്കുറിച്ച് നാം ചിന്തിക്കാനിടയായത്. രക്ഷ എന്ന വസ്ത്രം, രക്ഷാവസ്ത്രം; നീതി എന്ന അങ്കി, നീതിൻ വസ്ത്രം; സ്തുതി എന്ന മേലാട, സ്തുതിയും സ്തോത്രവും; ഉത്സവ വസ്ത്രം, വിശേഷ വസ്ത്രം, വിചിത്ര വസ്ത്രം, കല്യാണ വസ്ത്രം എന്നിങ്ങനെയുള്ള 7 വിധത്തിലുള്ളതായ വസ്ത്രങ്ങളെക്കുറിച്ചുള്ള വിവരണം തിരുവചനത്തിൽ നാം പഠിച്ചു, നാം ഗ്രഹിച്ചു. നാം വസ്ത്രം എപ്പോഴും വെള്ളയായിരിക്കട്ടെ എന്ന് സഭാപ്രസംഗി പറയുന്ന വാക്കിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ജീവിതം എപ്പോഴും ശുദ്ധവും ശുഭ്രവുമായിരിക്കണം എന്ന സത്യം നാം ഗ്രഹിക്കുകയുണ്ടായി. നിൻ്റെ വസ്ത്രം എല്ലായ്പ്പോഴും വെള്ളയായിരിക്കട്ടെ, നിൻ്റെ തലയിൽ എണ്ണ കുറയാതിരിക്കട്ടെ എന്ന് സഭാപ്രസംഗിയുടെ പുസ്തകം 9-ാം അധ്യായം 8-ാം വാക്യത്തിൽ കാണുന്നത് ആധാരമാക്കിക്കൊണ്ട് 7 തരത്തിലുള്ളതായ വസ്ത്രങ്ങളെക്കുറിച്ച് നാം ചിന്തിക്കുകയായിരുന്നു. നീ കുളിച്ച് തൈലം പൂശി വസ്ത്രം ധരിച്ച് കളത്തിൽ ചെല്ലുക. അയാൾ തിന്ന് കുടിച്ച് കഴിയും വരെ നിന്നെ കാണരുത്. ഉറങ്ങുവാൻ പോകുമ്പോൾ അവൻ കിടക്കുന്ന സ്ഥലം മനസ്സിലാക്കി ചെന്ന് അവൻ്റെ കാലിന്മേലുള്ള പുതപ്പ് പൊക്കി അവിടെ കിടന്നുകൊള്ളുക. എന്നാൽ നീ എന്ത് ചെയ്യണമെന്ന് അവൻ നിനക്ക് പറഞ്ഞു തരും. ദൈവത്തിന് സ്തോത്രം. അതിന് അവൾ, നീ പറയുന്നതൊക്കെയും ഞാൻ ചെയ്യാം എന്ന് അവളോട് പറഞ്ഞു. അങ്ങനെ അവൾ കളത്തിൽ ചെന്നു അമ്മായിയമ്മ കൽപ്പിച്ചതുപോലൊക്കെയും ചെയ്തു. ദൈവത്തിന് സ്തോത്രം. 8-ാം വാക്യം വായിക്കാം. 3-ാം അധ്യായം 8-ാം വാക്യം. അർദ്ധരാത്രിയിൽ അവൻ ഞെട്ടിത്തിരിഞ്ഞു. അർദ്ധരാത്രിയിൽ ബോവസ് ഞെട്ടിത്തിരിഞ്ഞു. തന്റെ കാൽക്കൽ ഒരു സ്ത്രീ കിടക്കുന്നത് കണ്ടു. തൻ്റെ കാൽക്കൽ ഒരു സ്ത്രീ കിടക്കുന്നത് കണ്ടു. നീ ആരെന്ന് അവൻ ചോദിച്ചു. നീ ആര് എന്ന് അവൻ ചോദിച്ചു. ഞാൻ നിന്റെ ദാസിയായ രൂത്ത്. ഞാൻ നിന്റെ ദാസിയായ രൂത്ത്. നിന്റെ പുതപ്പ് അടിയന്റെ മേൽ ഇടയണമേ. നിന്റെ പുതപ്പ് അടിയൻ്റെ മേൽ ഇടയണമേ. നീ വീണ്ടെടുപ്പുകാരനല്ലോ എന്ന് അവൾ പറഞ്ഞു. നീ വീണ്ടെടുപ്പുകാരനല്ലോ എന്ന് അവൾ പറഞ്ഞു. നിന്റെ പുതപ്പ് അടിയൻ്റെ മേൽ ഇടയണമേ, നീ വീണ്ടെടുപ്പുകാരനല്ലോ എന്ന് അവൾ പറഞ്ഞു. രൂത്ത് വ്യക്തമായും ഗ്രഹിച്ചു ബോവസ് അവളുടെ വീണ്ടെടുപ്പുകാരനാണ് എന്ന്. ബോവസ് വീണ്ടെടുപ്പുകാരനാണ് എന്ന് അമ്മായിയമ്മയിൽ നിന്ന് കിട്ടിയ നിർദ്ദേശം രൂത്ത് അപ്പാടെ വിശ്വസിക്കുകയും അനുസരിക്കുകയും ചെയ്തു. നവോമി ഈ ഭാഗത്ത് പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകമാണ്. രൂത്ത് ഈ ഭാഗത്ത് മണവാട്ടി സഭയുടെ പ്രതീകവുമാണ്. പരിശുദ്ധാത്മാവിൻ്റെ നിർദ്ദേശത്തിന് ഉചിതമാകും വണ്ണം, അനുസൃതമാകും വണ്ണം സഭ നാം ഓരോരുത്തരും നിൽക്കേണ്ടതാണ്. പരിശുദ്ധാത്മാവിൻ്റെ നിർദ്ദേശത്തിന് അനുസരിച്ച് നിന്നാൽ മാത്രമേ നമുക്ക് അനുഗ്രഹം ലഭിക്കുകയുള്ളൂ. പരിശുദ്ധാത്മാവിൻ്റെ നിർദ്ദേശം സ്വീകരിച്ച് നിൽക്കുമ്പോൾ മാത്രമേ നമുക്ക് ദൈവികമായ നടത്തിപ്പ് ലഭിക്കുകയുള്ളൂ, ദൈവികമായ അനുഗ്രഹങ്ങൾ ലഭിക്കുകയുള്ളൂ. രൂത്ത് അമ്മായിയമ്മയെ അനുസരിച്ചു. നീ എൻ്റെ വീണ്ടെടുപ്പുകാരനല്ലോ എന്ന് അവൾ പറഞ്ഞു. രൂത്ത് ബോവസിനോട് പറയുകയാണ്, നീ എൻ്റെ വീണ്ടെടുപ്പുകാരനാണ് എന്ന്. വീണ്ടെടുപ്പുകാരൻ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, തിരുവചനം പറയുന്നു, വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങൾ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി മുതലായി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ ദൈവകുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. പത്രോസിൻ്റെ 1-ാമത്തെ ലേഖനം 1-ാം അധ്യായം 18-ാം വാക്യം. വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങൾ നടപ്പിൽ നിന്ന് നിങ്ങൾ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി മുതലായി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല,
ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന്, വെള്ളി മുതലായി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ദൈവത്തിന് സ്തോത്രം. 49-ാം സങ്കീർത്തനം 7-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് അവനെ വീണ്ടെടുപ്പാനോ ദൈവത്തിന് വീണ്ടെടുപ്പ് വില കൊടുപ്പാനോ ആർക്കും കഴിയുകയില്ല. അവരുടെ പ്രാണന്റെ വീണ്ടെടുപ്പ് വിലയേറിയത്. പ്രാണൻ്റെ വീണ്ടെടുപ്പ് വിലയേറിയത്. ദൈവത്തിന് സ്തോത്രം. പ്രാണൻ്റെ വീണ്ടെടുപ്പ് വിലയേറിയത്. സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് അവനെ വീണ്ടെടുപ്പാനോ ദൈവത്തിന് വീണ്ടെടുപ്പ് വില കൊടുപ്പാനോ ആർക്കും കഴിയുകയില്ല. ആർക്കും കഴിയാത്തൊരു കാര്യമാണ് കർത്താവായ യേശുക്രിസ്തു നിർവഹിച്ചത്. വീണ്ടെടുപ്പ് വില കൊടുത്ത്, റാൻസം, വീണ്ടെടുപ്പ് വില കൊടുത്ത് ഓരോരുത്തരുടെയും പ്രാണനെ കർത്താവായ യേശുക്രിസ്തു വീണ്ടെടുത്തു. ദൈവത്തിന് സ്തോത്രം. ഇംഗ്ലീഷ് ബൈബിൾ ഇങ്ങനെ കാണുന്നു: നോ മാൻ ക്യാൻ റിഡീം ദ ലൈഫ് ഓഫ് അനദർ or give to God a ransom for him. The ransom for a life is costly. No payment is ever enough that he should be ever forever. ദൈവത്തിന് സ്തോത്രം. No man can redeem the life of another. വേറൊരാളുടെ ജീവനെ വീണ്ടെടുക്കാൻ ആർക്കും സാധിക്കുകയില്ല. Or give to God a ransom for him. അവന് വേണ്ടി ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു വീണ്ടെടുപ്പ് വില കൊടുപ്പാൻ ആർക്ക് സാധിക്കുകയില്ല. ദ റാൻസം ഫോർ എ ലൈഫ് ഈസ് കോസ്റ്റ്ലി. വീണ്ടെടുപ്പിന് കൊടുക്കേണ്ട തുക വൻ തുകയാണ്, അത് വിലയേറിയതാണ്. നോ പേയ്മെൻറ്റ് ഈസ് എവർ ഇനഫ് ദാറ്റ് ഹി ഷുഡ് ലീവ് ഓൺ ഫോർ എവർ. നോ പേയ്മെൻറ്റ് ഈസ് എവർ ഇനഫ്. എന്ത് കൊടുത്താലും ഒരിക്കലും മതിയാവുകയില്ല. ദാറ്റ് ഹി ഷുഡ് ലീവ് ഓൺ ഫോർ എവർ. എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിനുള്ളതായ ആ പേയ്മെൻറ്റ് ഒരിക്കലും സാധിക്കുകയില്ല. അത് ആർക്കും സാധിക്കുകയില്ല. അത് ഒട്ടും മതിയാവുകയുമില്ല. എന്നാൽ ഒട്ടും മതിയാകാത്തതായ വീണ്ടെടുപ്പാണ് കർത്താവായ യേശുക്രിസ്തു നിർവഹിച്ചിരിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ കുരിശിലെ തിരക്തം മൂലം ആ മഹത്തായ വീണ്ടെടുപ്പ് നിർവഹിച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നീ വീണ്ടെടുപ്പുകാരനല്ലോ എന്ന് അവൾ പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, വളരെ ഗൗരവമേറിയൊരു വിഷയമാണ് വീണ്ടെടുപ്പ്. വീണ്ടെടുപ്പ് കിട്ടുക, പാപത്തിൽ നിന്നുള്ളതായി വീണ്ടെടുപ്പ്, പിശാചിൻ്റെ ബന്ധനത്തിൽ നിന്നുള്ളതായി വീണ്ടെടുപ്പ്, സാത്താൻ്റെ ഉരുക്കുമുഷ്ടിയിൽ നിന്നുള്ളതായി വീണ്ടെടുപ്പ്, ദുഷ്ടപിശാചിൻ്റെ കാരാഗ്രഹത്തിൽ നിന്നുള്ളതായി വിടുതൽ. ദൈവത്തിന് സ്തോത്രം. അത് ഏറ്റവും പ്രയാസമുള്ളൊരു കാര്യമാണ്. ദുഷ്ടനായ പൈശാചികൻ ഇന്ന് മനുഷ്യനെ വിഴുങ്ങിയിരിക്കുകയാണ്. ദുഷ്ടനായ പൈശാചികൻ ഇന്ന് മനുഷ്യനെ ബന്ധിച്ചിരിക്കുകയാണ്. ദുഷ്ടനായ പൈശാചികൻ ഇന്ന് മനുഷ്യനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യൻ്റെ ജീവിതം നാശോന്മുഖമായിക്കൊണ്ടിരിക്കുകയാണ്. രക്ഷപ്പെടാനുള്ളതായ യാതൊരു സാധ്യതയുമില്ലാത്ത വിധം മനുഷ്യൻ ഇന്ന് പിശാചിൻ്റെ കയ്യിൽ അകപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ സാത്താൻ്റെ കയ്യിൽ നിന്ന് മനുഷ്യനെ വിലയ്ക്ക് വാങ്ങുവാൻ കർത്താവായ യേശുക്രിസ്തു തൻ്റെ തിരുരക്തം കൊടുത്തു. ബോവസ് ഇവിടെ കർത്താവായ യേശുവിൻ്റെ പ്രതിനിധിയാണ്. ബോവസ് ഇവിടെ കർത്താവായ യേശുവിൻ്റെ പ്രതീകമാണ്. ബോവസ് കർത്താവായ യേശുവിൻ്റെ പ്രതീകം, രൂത്ത് സഭയുടെ പ്രതീകം, അതായത് നാം ഓരോരുത്തരുടെയും പ്രതീകം, നവമി പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകം. ദൈവത്തിന് സ്തോത്രം. നവമിയുടെ നിർദ്ദേശം പാലിച്ചുകൊണ്ട് രൂത്ത് എന്ന് ബോവസിൻ്റെ കാൽക്കൽ കിടന്നു. നീ എൻ്റെ വീണ്ടെടുപ്പുകാരനല്ലോ എന്ന് പറഞ്ഞു. നിൻ്റെ പുതപ്പ് അടിയൻ്റെ മേൽ ഇടയണമേ എന്ന് അവൾ പറഞ്ഞു. എന്നെ വീണ്ടെടുക്കുന്നതിന്, എന്നെ രക്ഷിക്കുന്നതിന്, എന്നെ വിശുദ്ധീകരിക്കുന്നതിന്, എന്നെ നിൻ്റെ മണവാട്ടിയാക്കുന്നതിന് ഉതകുന്ന വിധത്തിൽ നിൻ്റെ പുതപ്പ് എൻ്റെ മേലിടണമേ എന്ന് അവൾ പറഞ്ഞു. അപ്പോൾ ബോവസ് പറയുകയാണ് 10-ാം വാക്യം. അതിന് അവൻ പറഞ്ഞത്, മകളെ, നീ യഹോവയിൽ അനുഗ്രഹിക്കപ്പെട്ടവൾ. ദരിദ്രന്മാരോ ധനവാന്മാരോ ആയ ബാലിക്കാരെ നീ പിന്തുടരാതിരിക്കിയാൽ ആദ്യത്തേതിൽ അധികം ദയ ഒടുവിൽ കാണിച്ചിരിക്കുന്നു. മകളെ, നീ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവൾ. രൂത്ത് പറഞ്ഞ വാക്ക്, നവമിയുടെ നിർദ്ദേശമനുസരിച്ച് രൂത്ത് പറഞ്ഞ വാക്ക് ബോവസിൻ്റെ ഹൃദയത്തെ സാന്ത്വനപ്പെടുത്തി, സമാധാനപ്പെടുത്തി, ഉണർത്തി. മകളെ, നീ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവൾ എന്ന് ബോവസ് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അടുത്ത വാക്യം. ആകയാൽ മകളെ ഭയപ്പെടേണ്ട. ആകയാൽ മകളെ ഭയപ്പെടേണ്ട.
നീ ചോദിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരാം. നീ ഉത്തമ സ്ത്രീ എന്ന് എൻ്റെ ജനമായ പട്ടണക്കാർക്ക് എല്ലാവർക്കും അറിയാം. ദൈവത്തിന് സ്തോത്രം. എത്ര അനുഗ്രഹീതമായ വാക്കുകളാണ് പൗലോസ് പറയുന്നത്. മകളെ, ഭയപ്പെടേണ്ട, നീ ഒരു ഉത്തമ സ്ത്രീയാണെന്ന് ഈ പട്ടണത്തിലുള്ള എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. നീ ചോദിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരാം. ഭയപ്പെടേണ്ട, നീ ചോദിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരാം. ദൈവ പൈതലേ, ചോദിക്കുന്നതൊക്കെയും ചെയ്തു തരുന്ന ഒരു നല്ല വീണ്ടെടുപ്പുകാരൻ നമുക്കുണ്ട്. നാം അർഹതയുള്ളതല്ല ചോദിക്കുന്നത്. കാരണം രൂത്ത് മോവാബ്യ പെൺകുട്ടിയാണ്. രൂത്ത് അന്യദേശക്കാരിയാണ്. രൂത്ത് സ്വന്തം ജാതിയല്ല. അവൾ ഇസ്രായേൽ ജാതിയോട് സംബന്ധമില്ലാത്തവളാണ്. ഇസ്രായേൽ പൗരതയോട് ബന്ധമില്ലാത്തവളാണ്. അവൾ അന്യയാണ്. എന്നാൽ ബോസ് പറയുന്നു, നീ ചോദിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരാം. മകളെ, ഭയപ്പെടേണ്ട. ദൈവ പൈതലേ, നിൻ്റെ ജീവിതത്തിൽ ഭയപ്പാട് മാറ്റിത്തരുന്ന, സാന്ത്വനമരുളുന്ന, സ്നേഹം പകരുന്ന കർത്താവായ യേശുവിനെ നീ ഇപ്പോൾ കണ്ടുമുട്ടുക. നിൻ്റെ അരികത്ത് അവൻ വന്നു നിന്ന് വാത്സല്യത്തോടെ എന്നോട് പറയുന്നു, മോനെ, ഭയപ്പെടണ്ട, നീ ചോദിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരാം. ദൈവത്തിന് സ്തോത്രം. നീ യാചിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരാം. നീ ഭയപ്പെടേണ്ട, നീ ചോദിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരാം. ഞാൻ നിൻ്റെ വീണ്ടെടുപ്പുകാരനാണ്. അടുത്ത വാക്യം അവിടെ പറയുന്നത്, നീ ഉത്തമ സ്ത്രീ എന്ന് എൻ്റെ ജനമായ പട്ടണക്കാർക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ നിൻ്റെ വീണ്ടെടുപ്പുകാരൻ എന്നത് സത്യം തന്നെ. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, വീണ്ടെടുപ്പുകാരൻ നമ്മോട് പറയുന്നു, നീ ഒരു ഉത്തമ സ്ത്രീ എന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു. ഈ പട്ടണത്തിലൊക്കെയും പ്രസിദ്ധമായിരിക്കുന്നു സാക്ഷ്യമുള്ളൊരു ജീവിതം, ഉത്തമ സ്ത്രീയുടെ സാക്ഷ്യം. നിൻ്റെ ജീവിതം സാക്ഷ്യമുള്ള ജീവിതമാണ്. നിൻ്റെ ജീവിതം അനുഗ്രഹീതമായ ജീവിതമാണ്. എല്ലാവർക്കും പ്രസിദ്ധമായ ജീവിതമാണ്. ആരും നിന്നെക്കുറിച്ച് തെറ്റായി ഒന്നും പറയുകയില്ല. ഒരു ഊനവും നിന്നെക്കുറിച്ച് പറയുവാനില്ല. ഒരു കളങ്കവും നിന്നിൽ ചാർത്താനില്ല. ഒരു തിന്മയും നിന്നെക്കുറിച്ച് പറയാനില്ല. എല്ലാവരും നീ ഒരു ഉത്തമ സ്ത്രീ എന്ന് കരുതിയിരിക്കുന്നു. എല്ലാവർക്കും ഗ്രഹിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവർ, നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനൊരു സാക്ഷി നമുക്ക് കിട്ടിയിട്ടുണ്ടോ? ഒരു ഉത്തമ പുരുഷനാണ്, ഒരു ഉത്തമ സ്ത്രീയാണ്, വിവേകമുള്ളൊരു പുരുഷനാണ്, വിവേകമുള്ളൊരു സ്ത്രീയാണ്, ഒരു വിശുദ്ധ പുരുഷനാണ്, ഒരു വിശുദ്ധ സ്ത്രീയാണ്. നമ്മെക്കുറിച്ച് മറ്റുള്ളവർ ഇങ്ങനെ അഭിപ്രായം പറയുമോ? നമുക്ക് നേടാവുന്ന ഏറ്റവും വലിയ ഭാഗ്യം അതല്ലേ? ദൈവത്തിന് സ്തോത്രം. നമുക്ക് സമ്പാദിക്കാവുന്ന ഏറ്റവും വലിയ നേട്ടം അതല്ലേ? ഒരു ഉത്തമ സ്ത്രീ എന്ന് പട്ടണവാസികൾക്കൊക്കെയും അറിയാം. കർത്താവിന് സ്തോത്രം. മറ്റുള്ളവർ നമ്മിൽ വാസ്തവത്തിൽ ഉത്തമമായ ചില ഗുണങ്ങൾ കാണുവാനിട വരട്ടെ. ഉത്തമമായത് നമ്മിൽ ദർശിക്കാൻ ഇടവരട്ടെ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഉത്തമമായ ഒരു ജീവിത നിലവാരം പുലർത്തുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്ന് നിങ്ങൾ ശാന്തമായി ചിന്തിച്ചു നോക്കൂ. ഉത്തമമായ ഒരു നിലവാരം. എൻ്റെ കർത്താവിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയാൽ നമ്മുടെ ജീവിതം സാക്ഷ്യമുള്ള ജീവിതമാകുവാൻ ദൈവം നമുക്ക് ഭാഗ്യം തരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. സഹോദരങ്ങളെ, പറയുകയാണ്, ഭയപ്പെടേണ്ട, നീ ചോദിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരാം. ചോദിക്കുന്നതൊക്കെയും ചെയ്തു തരുന്ന ഒരു നല്ല വീണ്ടെടുപ്പുകാരനുണ്ട്. നമ്മുടെ ആഗ്രഹങ്ങളൊക്കെയും സാധിപ്പിച്ചു തരുന്ന ഒരു നല്ല വീണ്ടെടുപ്പുകാരനുണ്ട്. യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്യുക, ദേശത്ത് പാർത്ത് വിശ്വസ്തയായിരിക്കുക, യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക. അവൻ നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. നിൻ്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവനത് നിർവഹിക്കും. ആഗ്രഹങ്ങളെ സാധിപ്പിക്കുന്ന ഒരു നല്ല ദൈവം ജീവിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ആഗ്രഹങ്ങൾ നിറവേറ്റി തരുന്ന ഒരു നല്ല യേശു ജീവിക്കുന്നു. എല്ലാം തരുന്ന, ചോദിക്കുന്നതൊക്കെയും തരുന്ന ഒരു നല്ല ബോവസ് ജീവിക്കുന്നു. സ്നേഹിതരെ, നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഹൃദയം വിശുദ്ധീകരിച്ചുകൊണ്ട് പാപത്തോട് യാത്ര പറഞ്ഞുകൊണ്ട് നിങ്ങൾ കർത്താവിൻ്റെ അടുക്കൽ ചെന്ന് ചോദിച്ച് നിങ്ങൾ വാങ്ങിയിട്ടുണ്ടോ? യേശുവിൻ്റെ സന്നിധിയിൽ ചെന്ന് നിങ്ങൾ യാചിച്ച് നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഓരോന്നും യേശുവിനോട് പറഞ്ഞിട്ടുണ്ടോ? ദൈവത്തിന് സ്തോത്രം. തിരുവചനം പറയുന്നു, അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവത്തെ തന്നെ. 57-ാം സങ്കീർത്തനത്തിൽ പറയും, അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവത്തെ തന്നെ. എല്ലാം നിർവഹിക്കാൻ ഒരു ദൈവമുണ്ട്. ദൈവത്തിന് സ്തോത്രം. 18-ാം സങ്കീർത്തനം തുടങ്ങും, മരണഭാഷങ്ങൾ എന്നെ ചുറ്റി, അഗാധ പ്രവാഹങ്ങൾ എന്നെ ഭ്രമിപ്പിച്ചു, പാതാള വേദനകൾ എന്നെ പിടിച്ചു, മരണത്തിൻ്റെ കണികളും എന്നെ തുടർന്ന് പിടിച്ചു. എൻ്റെ കഷ്ടതയിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു, അവൻ തൻ്റെ മന്ദിരത്തിൽ നിന്ന് എൻ്റെ അപേക്ഷ കേട്ടു. തിരുമുമ്പിൽ ഞാൻ കഴിച്ച പ്രാർത്ഥന അവൻ്റെ ചെവിയിലെത്തി. ദൈവത്തിന് സ്തോത്രം. തിരുമുമ്പിൽ ഞാൻ കഴിച്ച പ്രാർത്ഥന അവൻ്റെ ചെവിയിലെത്തി. നാം കഴിക്കുന്ന പ്രാർത്ഥനകൾ കേൾക്കുന്ന ഒരു നല്ല ദൈവം ജീവിക്കുന്നു. നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം തരുന്ന ഒരു നല്ല ദൈവം ജീവിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. തിരുമുമ്പിൽ ഞാൻ കഴിച്ച പ്രാർത്ഥന അവൻ്റെ ചെവിയിലെത്തി.
ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥന കേൾക്കുന്ന ഒരു നല്ല ദൈവം. സഹോദരങ്ങളെ, നിങ്ങൾ ഈ ദൈവത്തെ പരിചയപ്പെട്ടിട്ടുണ്ടോ? 46-ാം സങ്കീർത്തനം ഇങ്ങനെ പറയും: ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും, പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും, അതിലെ വെള്ളം ഇരച്ച് കലങ്ങിയാലും, അതിൻ്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല. ഒരു നദിയുണ്ട്, അതിൻ്റെ തോടുകൾ ദൈവനഗരത്തെ, അത്യുന്നതൻ്റെ വിശുദ്ധ നിവാസത്തെ തന്നെ സന്തോഷിപ്പിക്കുന്നു. ദൈവം അതിൻ്റെ മധ്യേയുണ്ട്. ദൈവം അധികാലത്ത് തന്നെ അതിനെ സഹായിക്കും. സ്തോത്രം. ജാതികൾ ക്രുദ്ധിച്ചു. നമുക്ക് വായിച്ച് കേൾക്കാം. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും, പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും, അതിലെ വെള്ളം ഇരച്ച് കലങ്ങിയാലും, അതിൻ്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല. ഒരു നദിയുണ്ട്, അതിന്റെ തോടുകൾ ദൈവനഗരത്തെ, അത്യുന്നതന്റെ വിശുദ്ധ നിവാസത്തെ തന്നെ സന്തോഷിപ്പിക്കുന്നു. ദൈവം അതിന്റെ മധ്യേയുണ്ട്, അത് കുലുങ്ങിപ്പോകയില്ല. ദൈവം അധികാലത്ത് തന്നെ അതിനെ സഹായിക്കും. ജാതികൾ ക്രുദ്ധിച്ചു, രാജ്യങ്ങൾ കുലുങ്ങി, അവൻ തന്റെ ശബ്ദം കേൾപ്പിച്ചു, ഭൂമി ഉരുകിപ്പോയി. സൈന്യങ്ങൾ യഹോവ നമ്മോട് കൂടെയുണ്ട്. യാക്കോബിന്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു. വരുവിൻ, യഹോവയുടെ പ്രവൃത്തികളെ നോക്കുവിൻ. എൻ്റെ ജീവനുള്ള ദൈവം നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചു തരുന്നു. മകളെ, നീ ചോദിക്കുന്നൊക്കെ ഞാൻ ചെയ്തു തരാം. ദൈവത്തിന് സ്തോത്രം. നല്ല സ്നേഹമുള്ള ഒരു നല്ല വീണ്ടെടുപ്പുകാരൻ, നല്ല കരുണയുള്ള ഒരു നല്ല വീണ്ടെടുപ്പുകാരൻ, നല്ല വാത്സല്യമുള്ള ഒരു നല്ല വീണ്ടെടുപ്പുകാരൻ, ആവശ്യങ്ങളെല്ലാം സാധിപ്പിച്ചു തരുന്ന ഒരു നല്ല വീണ്ടെടുപ്പുകാരൻ. സ്നേഹിതരെ, ഇത് നാം വെറുതെ പ്രസംഗത്തിൽ കേട്ടാൽ മതിയോ? നിങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങളുമായി ദൈവസന്നിധിയിൽ ചെന്നിട്ടുണ്ടോ? നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ ദൈവത്തോട് ബോധിപ്പിച്ചിട്ടുണ്ടോ? നല്ല ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു തരുന്ന എൻ്റെ യേശുരാജൻ, ദൈവത്തിന് സ്തോത്രം. നല്ല ആഗ്രഹങ്ങളെല്ലാം അവൻ സാധിപ്പിച്ചു തരും. നിങ്ങൾ അവൻ്റെ മുമ്പിൽ ചെന്ന് കൈമലർത്തുമ്പോൾ അവൻ നിങ്ങളുടെ അരികിലേക്ക് ചാഞ്ഞു വരും. അവൻ നിങ്ങളോട് സൗമ്യതയോടെ, അവൻ നിങ്ങളോട് കാരുണ്യത്തോടെ ഇടപെടാൻ തുടങ്ങും. കർത്താവിന് സ്തോത്രം. നീ ചോദിക്കുന്നൊക്കെ ഞാൻ ചെയ്തു തരാം. നീ ഉത്തമ സ്ത്രീ എന്ന് എൻ്റെ ജനമായ പട്ടണക്കാർക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ നിൻ്റെ വീണ്ടെടുപ്പുകാരനെന്നതും സത്യം തന്നെ. 13-ാം വാക്യം വായിക്കാം. ഈ രാത്രി താമസിക്കുക മകളെ. നീ അല്പം ഒന്ന് വെയിറ്റ് ചെയ്യൂ, അല്പം ഒന്ന് കാത്തു നിൽക്കൂ. നീ ധൃതി പിടിക്കല്ലേ, അല്പം ഒന്ന് കാത്തു നിൽക്കൂ. നിൻ്റെ ആഗ്രഹം സാധിക്കും. നിൻ്റെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു തരാം. നിൻ്റെ ജീവിതത്തിൽ നേടേണ്ടതെല്ലാം നേടുവാനുള്ള സൗഭാഗ്യം നിനക്ക് തരാം. അല്പം ഒന്ന് നീ കാത്തു നിൽക്കൂ. അല്പം ഈ രാത്രി അല്പം താമസിക്കുക. നീ ഈ രാത്രി അല്പം താമസിക്കുക. ദൈവത്തിന് സ്തോത്രം. ഈ രാത്രി താമസിക്കുക. സഹോദരങ്ങളെ, ജീവനുള്ള ദൈവം ചിലപ്പോൾ നമുക്ക് തരുന്നതായ ഒരു അനുഗ്രഹീതമായ വാക്കതായിരിക്കും അല്പം കാത്തു നിൽക്കുക എന്നായിരിക്കും. ഹബക്കൂക്ക് പ്രവാചകൻ്റെ പുസ്തകം എടുക്കാം. ഹബക്കൂക്ക് പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായം ആദ്യ ഭാഗം നമുക്ക് വായിക്കാം. പ്രവാചകൻ ആവലാതി കൊണ്ട് ദൈവസന്നിധിയിലേക്ക് ചെല്ലുന്നു. പ്രവാചകൻ ആവലാതിയോടെ ദൈവസന്നിധിയിൽ ചെന്ന് പ്രവാചകൻ്റെ ആഗ്രഹങ്ങൾ ദൈവത്തോട് പറയുന്നു. പക്ഷേ ദൈവം പറയുന്നു, ഇല്ല, കുറച്ച് താമസിക്കണം, അല്പം ഒന്ന് കാത്തു നിൽക്കണം. നിൻ്റെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു തരാം, നിൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരാം, പക്ഷേ താമസിക്കണം. 2-ാം അധ്യായം 1-ാം വാക്യം മുതൽ. ഞാൻ കൊത്തളത്തിൽ നിന്ന് കാവൽ കാത്തുകൊണ്ട് അവൻ എന്നോട് എന്തരളി ചെയ്യുമെന്നും എൻ്റെ ആവലാതി സംബന്ധിച്ച് ഞാൻ എന്ത് ഉത്തരം പറയേണ്ടുവെന്നും കാണേണ്ടതിന് ദൃഷ്ടിവെക്കും. യഹോവ എന്നോട് ഉത്തരമരളിയത്, നീ ദർശനം എഴുതുക, ഓടിച്ചു വായിപ്പാൻ തക്കവണ്ണം അത് പലകയിൽ തെളിവായി വരയ്ക്കുക. ദർശനത്തിന് ഒരു അവധി വച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. സമയം തെറ്റുകയുമില്ല. അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക. അത് വരും നിശ്ചയം, താമസിക്കുകയുമില്ല. ദൈവത്തിന് സ്തോത്രം. പ്രവാചകൻ ദൈവസന്നിധിയിൽ ചെന്ന് ആവലാതിക്ക് എന്താണ് ഉത്തരം? എൻ്റെ കർത്താവേ, എന്താണ് ഈ ആവലാതിക്ക് ഇതിന് പോം വഴി എന്ന് ഇപ്പോൾ ചോദിച്ചുകൊണ്ട് പ്രവാചകൻ ദൈവസന്നിധിയിൽ ചെന്ന് ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് ദൃഷ്ടി വെച്ചുകൊണ്ട് നിന്നു. ഞാൻ കൊത്തളത്തിൽ നിന്ന് കാവൽ കാത്തുകൊണ്ട് അവൻ എന്നോട് എന്തരളി ചെയ്യുമെന്നും എൻ്റെ ആവലാതി സംബന്ധിച്ച് ഞാൻ എന്ത് ഉത്തരം പറയേണ്ടുവെന്നും കാണേണ്ടതിന് ദൃഷ്ടി വയ്ക്കും. യഹോവ എന്നോട് ഉത്തരമരളിയത്, നീ ദർശനം എഴുതുക, ഓടിച്ചു വായിപ്പാൻ തക്കവണ്ണം അത് പലകയിൽ തെളിവായി വരയ്ക്കുക. ദർശനത്തിന് ഒരവധി വച്ചിരിക്കുന്നു. മകനെ, നിനക്ക് ഒരവധി വച്ചിരിക്കുന്നു. ദർശനത്തിന് ഒരവധി വച്ചിരിക്കുന്നു. അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. അത് അതിൻ്റെ അവസാനത്തിലേക്ക് ബന്ധപ്പെടുന്നു. ബന്ധപ്പാടോടെ ഇതാ കാര്യം തീരാൻ പോകുന്നു. സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു.
ദർശനത്തിന് ഒരവധി വെച്ചിരിക്കുന്നു. അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. സമയം തെറ്റുകയുമില്ല. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. സമയം തെറ്റുകയുമില്ല. അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക. അത് വരും നിശ്ചയം, താമസിക്കുകയുമില്ല. വൈകിയാലും അതിനായി കാത്തിരിക്കുക. അത് വരും നിശ്ചയം, താമസിക്കുകയുമില്ല. സഹോദരങ്ങളെ, വരും നിശ്ചയം. കർത്താവ് കൃപയാൽ പറയുന്നു, ഈ രാത്രി താമസിക്കുക. ദൈവത്തിന് സ്തോത്രം. വീണ്ടും പറയുന്നു, രാവിലെ വരെ കടന്നുകൊള്ളുക. രാവിലെ വരെ കടന്നുകൊള്ളുക. 14 വാക്യം. രാവിലെ വരെ കിടന്നുകൊള്ളുക. അങ്ങനെ അവൾ രാവിലെ വരെ അവൻ്റെ കാൽക്കൽ കിടന്നു. കാൽക്കൽ കിടന്നു. ദൈവത്തിന് സ്തോത്രം. ഈ നല്ല ബോവസിൻ്റെ കാൽക്കൽ രാത്രികളിൽ കിടക്കുക. പ്രാർത്ഥനാപൂർവം നിങ്ങളുടെ സമയം ചെലവഴിക്കുക. രാത്രികളിൽ യാമാരംഭത്തിൽ എഴുന്നേറ്റ് നിന്ന് നിലവിളിക്കുക. കർത്താവേ, അയ്യം വിളിച്ചുകൊണ്ട്, കർത്താവേ എന്നെ സഹായിപ്പാൻ വരണമേ എന്ന് പ്രാർത്ഥിക്കുക. ഇന്ന് ഈ വാക്കുകളെ കേൾക്കുന്ന ചിലരെങ്കിലും ജീവിതത്തിൻ്റെ ദുരിതങ്ങളിൽപ്പെട്ട് അഴലുന്നവരുണ്ട്. ചിലരെങ്കിലും ഈ യാതനകളിൽപ്പെട്ട് നട്ടം തിരിയുന്നവരുണ്ട്. ചിലരെങ്കിലും ഒരു പോംവഴി കാണാതെ വിഷമിച്ച് കഴിയുന്നവരുണ്ട്. ചില പ്രശ്നങ്ങളിൽപ്പെട്ട് വിഷമിച്ച് ഭാരത്തോടെ, ആകുലത്തോടെ, ആവലാതിയോടെ മനസ്സ് നൊന്ത് വീങ്ങി കഴിയുന്നവരുണ്ട്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിശ്വസിക്കൂ. നിങ്ങൾ അവൻ്റെ കാൽക്കൽ തന്നെ കിടക്കുക. രാക്കാലങ്ങളിൽ നിങ്ങൾ അവൻ്റെ സന്നിധിയിൽ കിടന്നുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. ദൈവത്തിന് സ്തോത്രം. ജീവിതം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് അവൻ്റെ കാൽക്കൽ തന്നെ നിങ്ങൾ ചേർന്ന് കിടന്നുകൊള്ളുക. അവനോട് പ്രാർത്ഥിച്ചുകൊണ്ട് കിടന്നുകൊള്ളുക. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ സ്വപ്നങ്ങൾ അത്യന്തം ശ്രേഷ്ഠമായിരിക്കും. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ അങ്ങനെ ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ നിങ്ങൾ കിടക്കുമ്പോൾ നിങ്ങളുടെ ചിന്തകളിലെല്ലാം ആ ദൈവികമായ സാന്നിധ്യവും ദൈവികമായ പ്രകാശവും ഉണ്ടായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ കാണുന്ന സ്വപ്നങ്ങളെല്ലാം അനുഗ്രഹീതങ്ങളായിരിക്കും. പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ നിങ്ങളെ അലട്ടുകയില്ല. ആരും രാത്രി വന്ന് നിങ്ങളെ വിഷമിപ്പിക്കുകയില്ല. ദൈവത്തിന് സ്തോത്രം. ഏതോ ഭീകരശക്തി വന്ന് ചിലരെ മേലോട്ടെടുത്ത് എറിയാറുണ്ട് രാത്രി ഉറക്കത്തിൽ. ചിലർ പറയും, അയ്യോ എനിക്ക് ഉറങ്ങാൻ പേടിയാകുന്നു, അയ്യോ രാത്രി ആരോ വന്ന് എന്നെ മൂക്കും വായും പൊത്തിപ്പിടിച്ച് എന്നെ മുകളിലോട്ട് എറിയുന്നു, അയ്യോ ഞാൻ കിടക്കയിലേക്ക് പിന്നെ തിരികെ വന്ന് വീഴുന്നു, എനിക്ക് ഭയമാകുന്നു, ഉറങ്ങാൻ പേടിയാകുന്നു എന്ന് പറയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ പറയുന്നവരുമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒന്നും പേടിക്കാനില്ല. കർത്താവിൻ്റെ കാൽക്കൽ കിടക്കുകയാണ്. ഉറങ്ങാൻ കിടക്കുമ്പോൾ അങ്ങനെ ധ്യാനിച്ചുകൊണ്ട് നിങ്ങൾ കിടക്കുക. ഞാൻ യേശുവിൻ്റെ കാൽക്കൽ കിടക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അന്ധകാരശക്തി എന്നോട് അടുക്കരുത്. കർത്താവേ, ദുരാത്മശക്തി എൻ്റെ അരികത്തേക്ക് വരരുത്. ദുഷ്ടശക്തി എന്നെ തൊടാൻ സമ്മതിക്കരുത്. കർത്താവേ, പാപത്തിൻ്റെ പ്രലോഭനങ്ങൾ എന്നെ വശീകരിക്കരുത്. പാപത്തിൻ്റെ പ്രേരണകൾ എന്നെ നശിപ്പിക്കരുത്. എൻ്റെ കർത്താവേ, ദുഷ്ടപിശാച് എൻ്റെ അരികത്തേക്ക് വരാൻ നീ സമ്മതിക്കരുത്. കർത്താവേ, നിൻ്റെ തിരുരക്തം കൊണ്ട് എനിക്ക് ചുറ്റും നീ വലയം സൃഷ്ടിക്കുക. ദൈവത്തിന് സ്തോത്രം. നിൻ്റെ മാലാഖമാർ എനിക്ക് കാവൽ നിൽക്കുക. ഉറക്കം ഉറങ്ങാത്തവനായി എൻ്റെ യേശു എൻ്റെ കാവൽക്കാരനായി എൻ്റെ അരികത്ത് ചേർന്നിരിക്കുക. എൻ്റെ കർത്താവേ, ആ മഹാഭാഗ്യം നീ എനിക്ക് തരണം. ദൈവത്തിന് സ്തോത്രം. കർത്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ കർത്താവിൻ്റെ കാൽക്കൽ കിടക്കുക. അങ്ങനെയാണ് നാം ഇവിടെ വായിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. പറയുന്നത് ഇങ്ങനെയാണ്, രാവിലെ വരെ കിടന്നുകൊള്ളുക. അങ്ങനെ അവൾ രാവിലെ വരെ അവൻ്റെ കാൽക്കൽ കിടന്നു. കർത്താവിന് സ്തോത്രം. ജീവിതത്തിൻ്റെ പ്രഭാതം മുതൽ ജീവിതത്തിൻ്റെ പ്രദോഷം വരെയും അവനോട് ചേർന്ന് നിൽക്കുക. എല്ലായ്പ്പോഴും ക്രിസ്തുവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുക. എൻ്റെ സഹോദരങ്ങളെ, അതൊരു ഭാഗ്യകരമായ അനുഭവമാണ്. എപ്പോഴും ക്രിസ്തുവിനോട് ചേർന്ന് ക്രിസ്തുവിൻ്റെ സാന്നിധ്യം അനുഭവിച്ച് ക്രിസ്തുവിൻ്റെ ആ തിരുമുഖ ശോഭ കണ്ടുകൊണ്ട് ഓരോ നിമിഷവും ജീവിക്കുക. എന്തോ ഒരു അനുഗ്രഹമാണത്. ദൈവത്തിന് സ്തോത്രം. രോഗങ്ങളുള്ളപ്പോൾ, ഭാരങ്ങളുള്ളപ്പോൾ, വേദനയുള്ളപ്പോൾ, ഉറക്കം വരാതെ മനസ്സ് പതറിയിരിക്കുന്ന സമയങ്ങളിൽ നിങ്ങൾ യേശുവിനെ വിളിക്കുക. കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിന്നെ വിടുവിക്കുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. എൻ്റെ യേശു നിങ്ങൾക്ക് സമാധാനം തരും. നിങ്ങളുടെ ഭാരങ്ങൾ അവൻ ഏറ്റെടുക്കും. നിങ്ങളുടെ ഉള്ളിലെ ആകുലങ്ങൾ അവൻ ഏറ്റെടുക്കും. അവൻ നിങ്ങളുടെ ആവലാധികളെല്ലാം ഒപ്പിയെടുത്ത് മാറ്റും. ദൈവത്തിന് സ്തോത്രം. അവൻ നിങ്ങളുടെ കണ്ണുനീര് തുടച്ചു തരും. നിങ്ങളുടെ കുടുംബത്തിലെ ക്ലേശങ്ങൾ മാറ്റിത്തരും. നിങ്ങളുടെ സ്വൈരക്കേടുകൾ മാറ്റിത്തരും. ഒരു സ്വസ്ഥതയില്ലാതെ, ഒരു സ്വൈര്യവും ഇല്ലാതെ മനസ്സ് ഉഷ്ണിച്ച് വിഷമിച്ച് കഴിയുന്ന ആളുകളിലെ, എന്നാൽ യേശു ക്രിസ്തു നിങ്ങൾക്ക് സമാധാനം തരും. കർത്താവിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. രാവിലെ വരെ കടന്നുകൊള്ളുക. കർത്താവായ യേശു ഇപ്പോൾ നിങ്ങളുടെ അരികത്തേക്ക് കടന്നു വരികയാണ്. അവൻ്റെ ആണിപ്പാടുള്ള കരം നിങ്ങളെ തലോടുവാൻ തൃക്കരം നീട്ടുകയാണ്. ആ തൃക്കരം നിങ്ങളുടെ ശിരസിൽ വയ്ക്കുവാൻ നിങ്ങളൊന്ന് സമ്മതിച്ചു കൊടുക്കുമോ? കർത്താവേ, നിൻ്റെ പാദപീഠത്തിൽ കഴിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. നിൻ്റെ പ്രാകാരങ്ങളിൽ കഴിക്കുന്ന
പ്രാർത്ഥിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവേ, എനിക്ക് നിന്നോട് ചേർന്നിരിക്കണം. ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത്. എൻ്റെ കർത്താവേ, യേശുവിനോട് എനിക്ക് ചേർന്ന് നടക്കണം. യേശുവിനോട് ചേർന്ന് എനിക്കിരിക്കണം. യേശുവിനെ എനിക്ക് സ്നേഹിക്കണം. യേശുവിനായി എൻ്റെ ജീവിതം വേർതിരിച്ച് ഒരു പുതിയ ജീവിതം എനിക്ക് തുടങ്ങണം. കർത്താവ്, അതിനായി നിൻ്റെ തിരുരക്തത്താൽ ഇപ്പോൾ എന്നെ കഴുകണം. തിരുരക്തത്താൽ എന്നെ ശുദ്ധീകരിക്കണം. കർത്താവേ, എന്നെ കഴുകിയെടുപ്പാക്കി എന്നെ നിൻ്റെ വിശുദ്ധ മണവാട്ടിയാക്കി രൂപാന്തരപ്പെടുത്തണം. നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് സമർപ്പിക്കാം. കരുണയുള്ള കർത്താവേ, എൻ്റെ നാഥ, ഈ വാക്കുകളെ കേട്ട എല്ലാവരെയും അവിടുന്ന് വാഴ്ത്തണമേ, എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. എൻ്റെ കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിപ്പാൻ കർത്താവെ ഈ മക്കൾക്കെല്ലാം ഭാഗ്യം നൽകണമേ. സ്വർഗത്തിലെ ജീവനുള്ള പൊന്നേശുവേ, അവിടുത്തെ കൃപയുടെ കരം ഈ മക്കളെ തലോടണമേ, കണ്ണുനീര് തുടയ്ക്കണമേ, സമാധാനം നൽകണമേ, അനുഗ്രഹിക്കണമേ. അവിടുത്തെ രണ്ടാമത്തവരിന് വേണ്ടി ഒരുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ. ആമീൻ. ഹല്ലേലൂയ.